വളരെ എൻജോയ്മെന്റോട് കൂടെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇതിലൊക്കെ അടിച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. നമുക്കിതാ ഇതാണ് നീക്കിട്ട, പിന്നെ പുറം ലോകത്തിനോടൊരു ബന്ധമില്ല കേട്ടോ. മുകളിലോട്ട് കയറണമെങ്കിൽ ഇതാ ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. നമുക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും. അപ്പൊ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്ത് വീഡിയോ കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സാധാരണ ചെയ്യുന്ന വീഡിയോ പോലത്തെ വീഡിയോ അല്ല ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് സെയിലിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് വളരെ റയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു വാഹനം കൊണ്ടാണ്. ഒരു മിനി ലക്ഷറി കാരവാൻ. നോക്കി മുതലിനെ പുറമെ കാണുമ്പോൾ ഒരു ട്രാവലർ സെറ്റപ്പ് ആണെങ്കിലും പക്ഷെ ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഒരുപാട് ക്യാഷ് ഇതുമ്പോൾ മുടക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് സെല്ല് ചെയ്യണത് ഇതിന്റെ മുടക്കിയ ക്യാഷിന്റെ അത്രയും വില കുറച്ചിട്ടാണ് സെല്ല് ചെയ്യണത്. ഇത് തമിഴ്നാട് രജിസ്റ്റേർഡ് വാഹനമാണ്, അതും ലൈഫ് ടാക്സ് ഉള്ള വണ്ടി. ഇത് ടാക്സി ആയിട്ട് ഓടിയതല്ല കേട്ടോ, സിംഗിൾ ഓണർ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിനുള്ള സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ ടയർ നോക്കുകയാണെങ്കിൽ ഏകദേശം 100% നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ടയറിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. ബോഡി ഭാഗങ്ങളൊന്നും കാണുകയാണെങ്കിൽ വലിയ തിരക്കേടില്ലാത്ത ബോഡിയാണ്. കാരണം സിംഗിൾ ഓണർ ഉപയോഗിച്ചാണ്, അത്രയും സൂക്ഷിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒക്കെ ലീഗലാണ് കേട്ടോ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ലീഗലാണെന്ന് ഇതിൽ പേടിക്കേണ്ട. പിന്നെ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സീറ്റിലോട്ട് വരികയാണെങ്കിൽ ഡ്രൈവർക്കും കാര്യങ്ങളൊക്കെ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫാനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഉള്ളിൽ നിന്ന് സുഖമായിട്ട് പുറത്തേക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും, എന്നാൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കാണാൻ സാധിക്കില്ല. പുറകിലോട്ട് വരികയാണെങ്കിലും ലീഗലി ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് കയറണമെങ്കിൽ ഇതാ ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലേക്ക്. ഈ വശം നോക്കുകയാണെങ്കിലും ഇവിടെയും വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായി കാണാൻ. ഈ ഭാഗമൊന്നും കാണാൻ ഓൾ റോഡിൽ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല കേട്ടോ. എഞ്ചിനൊക്കെ പക്കയാണ്. ഞാൻ ആ കാര്യത്തിൽ നിങ്ങൾ വേറെ ഇടാവേണ്ട ആവശ്യമില്ല. ഇനിയാണ് നമ്മൾ ആ സസ്പെൻസ് പൊളിക്കാൻ പോകുന്നത്. നമ്മൾ ഉൾവശത്തോട്ട് കയറാം. അതിമനോഹരമായിട്ടുള്ള ലോകത്തേക്ക് നമ്മൾ കയറുകയാണ്. ഓക്കെ, നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് അടിക്കും, അത് ഓഫാക്കണം. കോപ്പിറൈറ്റ് അടിക്കണോണ്ടേ നമുക്ക് പാട്ടൊക്കെ ഒന്ന് ഓഫാക്കാം. ഇത് പഠിച്ചവനിപ്പോ എങ്ങനെ ഓഫാക്കുക? ഇവിടെയാണോ തോന്നുന്നു. TV കണ്ട് യാത്ര ചെയ്യാട്ടോ. കോപ്പിറൈറ്റ് അടിക്കണോണ്ട് നമ്മളതൊന്ന് ഓഫാക്കിയിട്ടുണ്ട്. വാ, ഇനി ഇതിന്റെ ഉൾവശം ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരുപാട് ബട്ടൺസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് ഓരോ സിസ്റ്റം ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ ഉള്ള ബട്ടണാണ്. പിന്നെ സൺറൂഫ് നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. പിന്നെ ആദ്യം തന്നെ നമുക്ക് ഈ സോഫയിലൊന്ന് ഇരുന്ന് നോക്കാം. വളരെ എൻജോയ്മെന്റോട് കൂടെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് ആംബിയൻ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പകലായതുകൊണ്ടാണ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കാത്തത്. രാത്രിക്കാണെങ്കിൽ നല്ല ആംബിയൻ ലൈറ്റോട് കൂടി ഫാമിലിൻ്റെ ഒപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ ചില്ലടിച്ച് പോകാൻ സാധിക്കും കേട്ടോ. കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ. പിന്നെ കണ്ടോ, പുറത്തേക്ക് നമുക്ക് സുഖമായിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. പക്ഷെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എങ്ങനെ നോക്കിയാലും കാണാൻ സാധിക്കില്ല കേട്ടോ. പിന്നെ ഒരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. നല്ല കുഷ്യനുള്ള സോഫയാണ് വരുന്നത് കേട്ടോ ഈ ഭാഗത്ത്. പിന്നെ ഇവിടെയും സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സീറ്റ് ഒരുപാട് ഫങ്ഷൻസ് സീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റിലേക്ക് നമ്മളെ ബിസിനസ് ക്ലാസ് ഇല്ലേ, ആ ഒരു സെറ്റപ്പിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഓണാക്കി കാണിച്ചു കൊടുക്കാം. കണ്ടോ, ഈ സീറ്റിലാണെങ്കിൽ നമുക്ക് കിടന്നുറങ്ങി യാത്ര ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ, സിമ്പിളാണ് ഇത് യൂസിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ മുകളിൽ ഒരുപാട് ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ബോസിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പുറത്തെ കാഴ്ചകൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ വെയിലൊക്കെ അടിച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. നമുക്കിതാ ഇതാണ് നീക്കിട്ട, പിന്നെ പുറം ലോകത്തിനോടൊരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ വേറെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരണം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ ഫ്രണ്ട് വ്യൂ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതെവിടെ കണ്ടോ, ഇതിൽ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് ഇതാ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും കേട്ടോ. ഈ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് വുഡൻ ഫിനിഷുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ AC ഓണും ഓഫൊക്കെ ചെയ്യേണ്ട ഇവിടെ ഉണ്ട്. എല്ലാം ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പൊ നിങ്ങളെ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ചാർജിങ് പോക്കറ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഈ ഒരു മുതൽ ഇമാതിരി സെറ്റപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു എമൗണ്ട് ചെലവാക്കിയിരുന്നു. ഏകദേശം 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. ലൈഫ് ടാക്സ് ഉണ്ട്. ഇത് ടാക്സിയിൽ ഓടിയ വാഹനമല്ല. ഇപ്പൊ ഈ മുതൽ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് തരാൻ സാധിക്കും.
ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം കോൺടാക്ട് ചെയ്തോ. നമ്മൾ താഴെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.